ഇനി നമ്മളുടെ രണ്ട് എസ്റ്റിമേറ്റേഴ്സും കൂടെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതിന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ്. ദിസ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഡ്യൂ ടു ഗോസ് ആൻഡ് മാർക്കോവിസ് ബേസ്ഡ് ഓൺ തിയറി ഓഫ് ലീനിയർ എസ്റ്റിമേഷൻ. ഇത് ബേസ് ചെയ്യുന്നത് ലീനിയർ എസ്റ്റിമേഷനെയാണ്. യൂഷ്വലി ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഫിറ്റ് എ കർവ് ഓഫ് ദ ഫോം. അതായത് നമ്മളിത് യൂഷ്വലി ഫിറ്റ് ചെയ്യുന്ന കർവ്, അതായത് y is equal to f of xi, a0, a1, etc. an, where a's are unknown parameters to a set of n sample observation. അതായത് എത്ര അൺനോൺ പാരാമീറ്റേഴ്സ് ഉണ്ട്? എൻ എ ഐ എന്ന് പറഞ്ഞാൽ അല്ലേ A1, എ എന്ന് പറയുന്നത് A0ഉം A1ഉം എക്സെട്ര എന്നിന് പകരം നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എ ഐ. അപ്പം അത്രയും പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഈ ഫ്രം എ ബൈവേരിയേറ്റ് പോപ്പുലേഷൻ, അതായത് ബൈവേരിയേറ്റ് പോപ്പുലേഷൻ്റെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്. സിമ്പിളായിട്ട് അത്രയും മനസ്സിലാക്കാം. By the principle of least squares, here we minimize the sum of squares of error between the observed and estimated values. നമ്മൾ എന്ത് ചെയ്യും? ഒബ്സർവ്ഡ് വാല്യൂസിന്റെയും എസ്റ്റിമേറ്റഡ് വാല്യൂസിന്റെയും സം ഓഫ് സ്ക്വയർ ഓഫ് എറർ എന്ത് ചെയ്യും? മിനിമൈസ് ചെയ്യും. എസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയർ ഓഫ് എറർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി അതിന് സബ്ജക്ട് വേരിയേഷൻ ഇൻ, അതായത് അതിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് n വരെയാണ്. മിനിമം വാല്യൂ, അതായത് എസ് ഈസ് ടു ബി മിനിമം. വി ഹാവ് എപ്പോഴാണ് എസ് മിനിമം ആവുക? ഈ എസ് ഡോ എസ് ബൈ ഡോ എ ഐ, അതായത് ഡോ എസ് ബൈ ഡോ എ ഐ 0 ആയിരിക്കുന്ന സമയത്ത്. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് 3 എഴുതാം. ദീസ് ആർ കോൾഡ് നോർമൽ ഇക്വേഷൻസ്. ഇതിന് പറയുന്ന പേരാണ് നോർമൽ ഇക്വേഷൻ. സോൾവിംഗ് ദീസ് ഇക്വേഷൻസ് വി ഗെറ്റ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ് ഓഫ് A1, A2, എക്സെട്ര an വരെ കിട്ടും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇത്രയും പഠിച്ചാൽ മതി. പ്രോബ്ലം ഒക്കെ നമുക്ക് തന്നിട്ടില്ല ടെക്സ്റ്റിൽ. മെത്തേഡ് ഓഫ് മിനിമം വേരിയൻസ്. Here we consider estimators which are unbiased and have minimum variance. Unbiased ആയിട്ടുള്ളതും എന്നാൽ അതിന് മിനിമം വേരിയൻസ് ഉള്ളതുമായിട്ടുള്ള പിന്നെ എസ്റ്റിമേറ്റേഴ്സിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? അൺബിയാസ്ഡ് ആയിരിക്കണം, മിനിമം വേരിയൻസ് ഉള്ളതായിരിക്കണം. ലെറ്റ് x1, x2, etc. xn be a random sample drawn from a population with probability density function f of x theta. Then the likelihood function is, നമുക്കറിയാം റാൻഡം വേരിയബിൾ എക്സ് വരെ എടുത്തു. അതിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താണ്? എൽ ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഐ ഇസ് ഈക്വൽ ടു 1 to f of xi, തീറ്റ. ദ പ്രോബ്ലം ഈസ് ടു ഫൈൻഡ് ദ സ്റ്റാറ്റിസ്റ്റിക് ടി. ടി ഇസ് ഈക്വൽ ടു x1, x2, etc. xn such that expectation of t is equal to, അതായത് നമുക്ക് എന്താണ് ഒരു സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കണം. ടി എന്തായിരിക്കണം? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ടി ഇൻറ്റു എൽ ഡി എക്സ്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക് ആണ്. എൽ എന്ന് പറഞ്ഞാൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് ഈക്വൽ ടു റോ ഓഫ് തീറ്റ വിച്ച് ഇംപ്ലൈസ് എക്സ്പെക്ടേഷൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താ? നമ്മൾ ഈ ഇക്വേഷനെ മാറ്റി ഇതേപോലെ എഴുതുകയാണ്. എക്സ്പെക്ടേഷൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു എൽ ഡി എക്സിന് ആർ ഓഫ് തീറ്റ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഈക്വൽ ടു അല്ലേ, അപ്പൊ നമ്മൾ മൈനസ് കൊടുത്തിട്ട് ടി മൈനസ് ആർ ഓഫ് തീറ്റ ഇൻറ്റു എൽ ഓഫ് ടി എക്സ് തീറ്റ കൊടുക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് വരെ എഴുതൂ. ആൻഡ് വി ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ടി മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് ടി ദ ഹോൾ സ്ക്വയറിൻ്റെ എൽ ഡി എക്സ് ചെയ്യുക. അതിന് ഇതേപോലെ മാറ്റും എന്ത് ചെയ്യും? ഇത് 2. അപ്പോൾ ഈസ് മിനിമം. ഇൻ അതർ വേർഡ്സ് വി ഹാവ് മിനിമൈസസ് 2 സബ്ജക്ട് ടു ദ കണ്ടീഷൻ 1. ഇത് മിനിമൈസ് ചെയ്യുക എന്ത് വെച്ചിട്ട്? ഇത് വെച്ചിട്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് എന്ത് ചെയ്യുക? മിനിമം വേരിയൻസ് അൺബിയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. പക്ഷെ പ്രോബ്ലം ടെക്സ്റ്റിൽ തന്നിട്ടില്ല കേട്ടോ. വീഡിയോ പോസ് ഇത്രയും വരെ എഴുതുക. ഓക്കെ.